തക്കാളി ഒരു ഫ്രൂട്ട് ആണോ അതോ വെജിറ്റബിൾ ആണോ? സാധാരണ രീതിയിൽ നമ്മൾ പഴം എന്ന് പറയുമ്പോൾ ചക്ക, മാങ്ങ, ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ ഇങ്ങനെയുള്ളവയാണ്. എന്നാൽ അതുപോലെയുള്ള ഒരു പഴമാണോ തക്കാളി? ഇപ്പോൾ ചില ആളുകൾ കരുതുന്നുണ്ടാവും പഴവും വെജിറ്റബിൾ അല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല. ഒരു ചെടി അല്ലെങ്കിൽ മരത്തിൽ പഴമൊഴിച്ച് ബാക്കിയുള്ളതാണ് വെജിറ്റബിൾ. ഒരു പ്ലാന്റിന്റെ വേര്, തടി, ഇല, ഫ്ലവർ ഇതെല്ലാം വെജിറ്റബിൾസ് ആണ്. എന്നാൽ ഫ്രൂട്ടിനെ വെജിറ്റബിൾ ആയിട്ട് കൂട്ടില്ല. രണ്ടും വേറെ വേറെ തന്നെയാണ്. അപ്പോൾ തക്കാളി ഒരു ഫ്രൂട്ട് ആണോ അതോ വെജിറ്റബിൾ ആണോ? ബൊട്ടാണിക്കലായിട്ട് ഒരു ഫ്രൂട്ടിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെടി അല്ലെങ്കിൽ മരത്തിൽ പൂവ് ഉണ്ടായതിനു ശേഷം അതിന്റെ വിത്തുണ്ടാവുന്ന മാംസളമായിട്ടുള്ള ഭാഗമാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തക്കാളി ഒരു ഫ്രൂട്ടാണ്. കാരണം തക്കാളി ഉണ്ടാവുന്നത് ഒരു ഫ്ലവറിൽ നിന്നാണ്. അതിനകത്താണെങ്കിൽ അതിന്റെ വിത്തുകളുമുണ്ട്. അപ്പോൾ മത്തങ്ങ ഒരു ഫ്രൂട്ടാണോ? മത്തങ്ങയും ഒരു ഫ്രൂട്ടാണ്. കാരണം അതുണ്ടാവുന്നത് പൂവിൽ നിന്നാണ്. അതിനകത്താണെങ്കിൽ വിത്തുകളുമുണ്ട്. അപ്പോൾ കുമ്പളങ്ങയും വെള്ളിരിക്കയും ഒക്കെ ഫ്രൂട്ട്സ് ആണോ? അതും ഫ്രൂട്ടാണ്. കാരണം അവയുണ്ടാവുന്നത് പൂവിൽ നിന്നാണ്. അതിനകത്താണെന്നുണ്ടെങ്കിൽ വിത്തുകളുമുണ്ട്. പാവക്കയും ഫ്രൂട്ടാണ്. ആകെ കൺഫ്യൂഷൻ ആയി അല്ലേ? പക്ഷെ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ബൊട്ടാണിക്കലായിട്ട് നോക്കിക്കഴിയുമ്പോൾ തക്കാളിയും മത്തങ്ങയും കുമ്പളങ്ങയും വെള്ളിരിക്കയും എല്ലാം ഫ്രൂട്ട്സ് ആണ്. പക്ഷെ അവ ഉപയോഗിക്കുന്നത് നമ്മൾ പച്ചക്കറി ആയിട്ടാണ് എന്ന് മാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്.